Hello friends, today we are going to learn about difference between bookkeeping and accounting. We know that both of these two terms, the accounting is a complex terminology and bookkeeping is a simple term. The scientific methods are very much used in the term the accounting. Generally accepted accounting principles are used in recording transaction and all the accounting matters. But in the case of bookkeeping, is very easy to understand and simple to record in an every transaction. Okay, difference between bookkeeping and accounting. Bookkeeping is the recording the transaction and mainly the collecting and the sorting of different types of the source documents such as cash receipts and invoices. അതായത് ബുക്ക് കീപ്പിങ്ങിനകത്ത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഈ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുക, അതായത് ക്യാഷ് റെസീപ്റ്റ്സും ഇൻവോയ്സും ഒക്കെ കളക്ട് ചെയ്യുക, അത് സോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ബുക്ക് കീപ്പിങ്ങിനകത്ത് വരുന്നുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് അക്കൗണ്ടിങ് there are various processes are included: identifying, measuring, recording, classifying, summarizing, analyzing, interpreting and communicating the result of the business transaction or financial transaction to the interested parties or stakeholders. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മളൊരു ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യും, അത് മെഷർ ചെയ്യും, അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും, അത് ക്ലാസിഫൈ ചെയ്യും, നേച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യും, സമ്മറൈസ് ചെയ്യും, അത് അനാലിസിസ് നടത്തും, പിന്നെ അത് ഇൻ്റർപ്രിറ്റ് ചെയ്യും, പിന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ലാസ്റ്റ് അത് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് അത് ലാസ്റ്റ് എന്ത് ചെയ്യും, ഇത് ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് bookkeeping act as a base for accounting and accounting begins where bookkeeping ends. അക്കൗണ്ടിങ് ആരംഭിക്കുന്നത്, ബുക്ക് കീപ്പിംഗ് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെ അക്കൗണ്ടിങ് ആരംഭിക്കും. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസ് മാത്രമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് the main objective of bookkeeping is that to keep recording of all types of financial transaction and accounting is that to show the financial position or situations of the business ഓർഗനൈസേഷൻ. അതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുക. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് ബുക്ക് കീപ്പിംഗ് ഡസ് നോട്ട് പ്രിപ്പയർ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ബുക്ക് കീപ്പിങ്ങിനകത്ത് ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നില്ല. അവിടെ ആകെ പ്രിപ്പയർ ചെയ്യുന്നത് ജേണൽ എൻട്രീസും അതുപോലെ തന്നെ ലെഡ്ജർ ബുക്സുമാണ് ബുക്ക് കീപ്പിങ്ങിനകത്ത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല ബുക്ക് കീപ്പിങ്ങിനകത്ത്. അവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ജേണൽ എൻട്രീസും ലെഡ്ജർ ബുക്സുമാണ് ബുക്ക് കീപ്പിങ്ങിനകത്ത് മെയിനായിട്ടും പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് അക്കൗണ്ടിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ്. അതായത് അക്കൗണ്ടിങ് ഒരു സയൻറ്റിഫിക് മെത്തേഡ് ആണ്. ഗ്യാപ്പ് എന്ന് പറയുന്ന ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ടും അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം പ്രിപ്പയർ ചെയ്ത്
ഫൈനാൻഷ്യൽ പൊസിഷൻ അത് റിവീൽ ചെയ്ത് അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അറിയിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം അക്കൗണ്ടിങ്ങിലൂടെ ബിസിനസ് ഓർഗനൈസേഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് ബുക്ക് കീപ്പിംഗ് ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് decision making, but in the case of accounting very much helps the decision making process. ബുക്ക് കീപ്പിങ്ങിനകത്ത് മെയിൻലി നമ്മൾ ജേണൽ എൻട്രീസും ലെഡ്ജർ മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിനൊന്നും ഇവിടെ ഇത് ഉപകരിക്കുന്നില്ല. എന്നാൽ അക്കൗണ്ടിങ് അങ്ങനെയല്ല. അക്കൗണ്ടിങ്ങിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ടോപ്പ് മാനേജ്മെൻറ്റ് എടുക്കുന്നത്. അത് അക്കൗണ്ടിങ്ങിനകത്ത് ഡിസിഷൻ മേക്കിംഗ് വളരെ ഈസി ആയിട്ട് നടക്കുന്നു. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് ബുക്ക് കീപ്പിംഗ് is actually very simple process, but in the case of accounting is a very complex nature. ബുക്ക് കീപ്പിംഗ് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അക്കൗണ്ടിങ് അങ്ങനെയല്ല. അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. അക്കൗണ്ടിങ് പ്രൊസീജിയർ വളരെ സിസ്റ്റമാറ്റിക് ആണ്, സയൻറ്റിഫിക് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങും പ്രൊസീജിയേഴ്സും ഒക്കെ വളരെ കോംപ്ലക്സ് ആണ്. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് the bookkeeping does not require any specialized skills and knowledge regarded with the recording the business transaction. ബുക്ക് കീപ്പിംഗ് റെക്കോർഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവിടെ എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് സ്കിൽസോ നോളജോ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. But in the case of accounting requires the skills and knowledge. Specialized skills and knowledge are very much essential for recording and preparing the business transaction and financial statements of the organization. എന്നാൽ അക്കൗണ്ടിങ്ങിന് അങ്ങനെയല്ല. ഹൈലി സ്കില്ലും ഹൈലി നോളജും ഇവിടെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. The next difference is that the bookkeeping does not reflect the financial position of the business organization, and accounting reflects and reveals the financial position and the actual financial situation of the business organization. bookkeeping ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ, ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഒരിക്കലും അത് റിഫ്ലക്റ്റ് ചെയ്യില്ല, അതിനെ അത് വെളിവാക്കുകയില്ല. എന്നാൽ അക്കൗണ്ടിങ് അങ്ങനെയല്ല. കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ പൊസിഷൻ ബാലൻസ് ഷീറ്റിലൂടെ കൃത്യമായിട്ടും കോമൺ പബ്ലിക്കിന് ആ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം അക്കൗണ്ടിങ്ങിനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു.